ഒന്നാമത് മാഡം സാറും അവിടെ ഇല്ല. ആ വിലാസിനി മാഡം അറിയാലോ, ഇവളെ കൊല്ലാൻ പോലും അവർ മടിക്കില്ല. അതുമാത്രമല്ല, ഇല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് കേൾക്കുന്നതായി നീരജ് ഇപ്പം വിളിച്ചു പറഞ്ഞു. കല്യാണത്തിന് ഇനി ദിവസങ്ങളേ ഉള്ളൂ. വെറുതെ എന്തിനാ മറ്റുള്ളവരെ കൊണ്ട് അപവാദങ്ങൾ പറയിപ്പിക്കുന്നത്? നിങ്ങൾ തമ്മിൽ ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലാവും. കേട്ടതൊക്കെ അസത്യമാണെന്ന് ഞാൻ നീരജിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കുഞ്ഞ് അമ്മയുടെ വാക്ക് അനുസരിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. എന്നാലും നീരജിന്റെ ഉള്ളിൽ ഇങ്ങനൊരു സംശയം ഉണ്ടായ സ്ഥിതിക്ക് മാഡം വന്നിട്ട് കല്യാണി അവിടെ ജോലിക്ക് വരുന്നതാവും അവൾക്കും കുഞ്ഞിനും നല്ലത്. അതാ കുഞ്ഞ് എൻ്റെ തീരുമാനം. അതുകൊണ്ട് കുഞ്ഞിപ്പം പോയാട്ടെ. അവൾ ഇതുവരെ വന്നിട്ടില്ല. അഖിലാന്റി പോയ അന്നു മുതൽ അവൾ അവളുടെ ഇഷ്ടത്തിനാ കാര്യങ്ങൾ നടത്തുന്നത്. ആന്റി ഇവിടെ അഖിലാന്റി മസിൽ പിടിച്ചിരിക്കുന്നത് പോലെ മസിൽ പിടിച്ചോണ്ടിരുന്നോ? ആരുടെ കാര്യം നീ പറഞ്ഞു വരുന്നേ? അതെനിക്ക് മനസ്സിലായി. ജയന്തി പറയുന്നതിലും കാര്യമില്ലാതില്ല. ആ, ആന്റിയെ കൊണ്ട് അഖിലാന്റി പോലെ അണിഞ്ഞൊരുങ്ങി നടക്കാനേ പറ്റൂ. ആ കല്യാണി ഇതുവരെ ഇങ്ങോട്ട് വരാത്തത് പേടിക്കാൻ അഖിലാന്റി ഇല്ലാത്തത് കൊണ്ട് മാത്രം. ഗംഗേ, നേർച്ചക്കോഴി ആരെങ്കിലും അവസാന സമയത്ത് അനുസരണ പഠിപ്പിക്കാൻ നോക്കൂ. ആയി സറ്റതിന്റെ നെകളിപ്പ അവള് കാണിക്കുന്നേ. അത് കൊള്ളാലോ. അപ്പൊ അവളാണോ നമ്മുടെ നേർച്ച കോഴി? ഏത് അമ്പലത്തിലേക്കാ അവൾ നേർന്നേക്കണേ? ചേർത്തല കാർത്തിയാനി ക്ഷേത്രത്തിൽ ഒരുപാട് നേർച്ചക്കോഴികൾ നിപ്പുണ്ട്. നല്ല സൈസ് ഒത്തത്. പക്ഷേ നേർച്ചക്കോഴിയിലെ കറി വെക്കാനും ഫ്രൈ വെക്കാനും പറ്റില്ല അത്രേ. ഓ, ഇവളെ ഇന്ന് ഞാൻ കേറിപ്പോടി. അതെറിപ്പോ. ആന്റി ആന്റി പറയുന്ന സംഗതിയൊക്കെ ഓക്കെ. കല്യാണി നേർച്ചക്കോഴി തന്നെയെന്ന് വെച്ചോ. ആ നേർച്ചക്കോഴി പറന്ന് പുരയ്ക്കുമേൽ കയറിയാലോ? കല്യാണിയുടെ ഇരട്ട പേരായിരുന്നു നേർച്ചക്കോഴിന്ന്. കൂവാൻ തുടങ്ങുമ്പോഴേ എറിഞ്ഞിടണം. അതിന് ഉന്നമുള്ളവരായിരിക്കണം കൂടെ ഉണ്ടാവേണ്ടത്. സോറി ആന്റി, എന്നോട് ക്ഷമിച്ചേക്കേ. കല്യാണിയുടെ ഇരട്ട പേരാണ് നേർച്ചക്കോഴിന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് നല്ല ഉന്നവാ, ഞാൻ അറിഞ്ഞില്ല അവളെ. ഓ എന്റെ പൊന്നെ, ഒന്ന് നിർത്ത്. നിന്നെ ഞാൻ കൊന്നുകളയും കേട്ടോ. അവൾ എപ്പോ എവിടെ നിന്ന് കൂവി വെളുപ്പിക്കൊന്ന് നിനക്കറിയോ? അതാദ്യം കണ്ടുപിടിക്കണം. എന്നാലേ അവളെ കൂട്ടിലിട്ട് പൂട്ടാൻ പറ്റൂ. അവൾ ഒരുത്തി കാരണ ഞാൻ ഈ പരുവത്തിലായത്. കല്യാണി അവളില്ലാതായാലേ എനിക്ക് തൃച്ചംബരത്ത് അധികാരം പിടിച്ചെടുക്കാനാവൂ. ആന്റി, അതിനുള്ള എന്തെല്ലാം വഴികളാണ് നമ്മൾ തയ്യാറാക്കിയത്. എന്നിട്ട് എന്തായി? ഒന്നും സംഭവിച്ചില്ല. തൃച്ചംബരത്ത് പതിയുന്ന വിലാസിനി എന്ന വെറും നിഴൽ തൃച്ചംബരത്ത് വിലാസിനിയായി രൂപപ്പെടുത്തണം. അതിന് എന്റെ കഴുത്തിൽ ആനന്ദിന്റെ താലി വീഴുന്ന സമയം അത് മാത്രമാണ് ബാക്കി. അതിനുള്ള വഴിയാ നമുക്ക് മുന്നിൽ തെളിയേണ്ടത്.
ആനന്ദ്, ഉം. ആനന്ദേ, ഞാൻ ചില കാര്യത്തിൽ ചിലപ്പോ ചില നിർണായക തീരുമാനങ്ങളൊക്കെ എടുത്തെന്ന് വരും. മനസ്സിലായില്ല. കല്യാണിയുടെ കാര്യം തന്നെ പറയുന്നത്. അവൾ അഖിലേച്ചി പോയ ശേഷം തോന്നുന്ന പോലെ വരവും പോക്കും ഒക്കെ അതിവിടെ നടക്കില്ല. ഇന്നത്തോടെ നിർത്തും ഞാനത്. കല്യാണി വൈകിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. ദാസേട്ടന് സുഖമില്ലാത്തോണ്ടാ കല്യാണി വൈകുന്നത്. ഏ? ദാസേട്ടന് സുഖമില്ലെന്നോ? അതെ, സുഖമില്ല. പിന്നെ ശിക്ഷ വിധിക്കാനും നടപ്പിലാക്കാനും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ടവര് വേറെ ഉണ്ട്. ഇളയമ്മ തൽക്കാലം ബുദ്ധിമുട്ടണമെന്നില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ. ഗംഗേ, പടപ്പുറപ്പാടിന് സമയമായി. ദാസിന്റെ ഈ അസുഖം നമുക്കുള്ള രണഭേരിയ. ഗുളിക മാറ്റം പ്രിയങ്കയുടെ ആദ്യ നിർദ്ദേശം. ഷേ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആ, എന്തോ ഒരു രഹസ്യമായിട്ട് പ്ലാൻ ചെയ്യുക. അതെ, ദാസിന്റെ സമയമെടുത്തു. പ്രിയങ്ക മനക്കണ്ണുകൊണ്ട് കണ്ടത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അത് നടപ്പിലാക്കാൻ ഇതാണ് ഉചിതമായ സമയം. ദാസിന് കൊടുക്കുന്ന മരുന്ന് പോലും പ്രിയങ്കയ്ക്ക് അറിയാമെങ്കിൽ ഇനി ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ കൊടുക്കുന്ന ഗുളികയായിരിക്കണം ദാസ് കഴിക്കേണ്ടത്. അത് മാറ്റേണ്ടത് നിന്റെ കടമയാ. ഇറ്റ്സ് ഡൺ. അരവിന്ദ്, ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി ഒന്ന് മാറ്റി വെക്കാവോ? എനിക്ക് വളരെ സീരിയസ് ആയിട്ട് അരവിന്ദിനോടൊന്ന് സംസാരിക്കാനുണ്ട്. പ്ലീസ്. നമ്മൾ സംസാരിച്ചു തുടങ്ങിയല്ലേ, 1ഉം 2ഉം പറഞ്ഞ് നമ്മൾ വഴക്കാവും. അവസാനം ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതല്ല, നിനക്ക് സംസാരിച്ചാലേ ശ്വാസം കിട്ടുമെങ്കിൽ അപ്പുറത്ത് നിൻ്റെ അമ്മയില്ലേ, അവിടെ പോയിട്ട് സംസാരിക്കാം. അരവിന്ദിനോട് പറയാനുള്ളത് അമ്മയടുത്ത് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് പറയാനുള്ളത് നമ്മൾ തമ്മിലുള്ള ഈ അകൽച്ച ഇല്ലാതാക്കുന്നതിനെ കുറിച്ച്. ഞാനായിട്ട് ഇനി അരവിന്ദിനോട് വഴക്കിടാൻ വരില്ല. എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷെ അത് തിരുത്താൻ ഒരു അവസരം എനിക്ക് തന്നൂടെ? കഴിഞ്ഞതെല്ലാം ഞാൻ മറക്കാം. അരവിന്ദു അതിന് തയ്യാറാവണം. നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. ഈ തിരിച്ചറിവ് നിൻ്റെ അമ്മ വന്നതിന് ശേഷം ഉണ്ടായതായിരിക്കും. ഇങ്ങനെയുള്ള തീരുമാനങ്ങളും ചിന്താഗതികളും എൻ്റെ മുന്നിൽ താലികെട്ടാൻ വന്നിരിക്കുന്നതിന് മുമ്പേ ഉണ്ടാവേണ്ടതായിരുന്നു. എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ശരി, സമ്മതിച്ചു. ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമായത്. അരവിന്ദിന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല. പക്ഷെ ഭർത്താവുമായി പങ്കുവെക്കേണ്ട വിഷയങ്ങൾ ഞാൻ സംസാരിക്കും. അതിലെ ശരികൾ അംഗീകരിക്കുകയും തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കി തരുകയും വേണം. നന്ദനെ, കേട്ടറിഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ശേഷിയാണ് ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ട കഴിവ്. എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നീ എന്നിൽ കണ്ടെത്തിയ പ്രശ്നങ്ങളുടെ നിജസ്ഥിതി കണ്ടെത്താനുള്ള കഴിവ് നിനക്കില്ലാതെ പോയി. അല്ലെങ്കിൽ നീ അതിന് ശ്രമിച്ചിട്ടില്ല, നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല നിന്റെ അമ്മ.
ഞാനായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും നീ തന്നെയല്ലേ തുടക്കമിട്ടിട്ടുള്ളത്. ഇന്നേ വരെ ഞാൻ ആരാണെന്നോ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നോ നിനക്കറിയില്ല. അല്ലെങ്കിൽ നീ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. പ്രശ്നങ്ങളുടെ കാര്യം പറയാൻ മാത്രമേ നീ ഇപ്പോഴും ശ്രമിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അതിനു പകരം ഈ വീട്ടിൽ നടക്കാൻ പോകുന്ന ഒരു മംഗളകർമ്മത്തിൻ്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചോ അതുമല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും പോയ തീർത്ഥയാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ചോ നീ ഇതുവരെ സംസാരിച്ചിട്ട് പോലുമില്ല. എന്തിന്? നീ എൻ്റെ അച്ഛനും അമ്മയും ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല ഇതുവരെ. ഇതൊന്നും പറഞ്ഞുതരാൻ നിന്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ. ഞാൻ ആന്റിയെ വിളിച്ചിരുന്നു, പക്ഷെ ഔട്ട് ഓഫ് കവറേജാ പറയുന്നത്. ഇവിടെ നടക്കാൻ പോകുന്ന കല്യാണത്തിന്റെ ചുമതലകൾ ആന്റി എന്നെയല്ലേ ഏൽപ്പിച്ചത്. അതിനെനിക്ക് അരവിന്ദിന്റെ സഹായം കൂടിയേ തീരൂ. ഞാൻ ഒറ്റയ്ക്ക് നിന്നാ നടക്കില്ല. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. ആന്റി വരുന്നതിന് മുമ്പ് നമുക്കതെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യാം. അതിനൊന്നും എനിക്ക് ഒരു വിരോധവുമില്ല. പക്ഷേ പ്ലാനിങ് നടക്കുന്നവരെ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഉറപ്പായും എന്തിനും ഏതിനും ഞാൻ അരവിന്ദിന്റെ കൂടെ ഉണ്ടാവും. ഇതെന്റെ വാക്ക്. സോറി, കൈ തരണമെങ്കിലേ ഈ കൈയിലെ കറ മുഴുവൻ പോയെന്നേ എനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടണം. അതുവരെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. പോയിക്കോട്ടെ. അച്ഛാ, അച്ഛാ, ദാ വെള്ളം. അച്ഛാ, വെള്ളം. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ആശ്വാസം തോന്നുന്നുണ്ടോ? വേദന കുറവുണ്ട്, പക്ഷെ മനസ്സിന്റെ ഭാരം അങ്ങോട്ട് പോകുന്നില്ല. അനിയൻകുട്ടൻ അവിടെ? അവൻ കടയിൽ പോയിരിക്കുക. അച്ഛാ, ഞാൻ തൃച്ചംബരത്ത് പോകണം. അതിനല്ലേ മാസാമാസം പണം എണ്ണി തരുന്നത്. ദാസേട്ടൻ ഇരിക്കെ. അല്ല, ദാസേട്ടന് സുഖമില്ല, അതുകൊണ്ടാ ഇവള് കിച്ചണിൽ വരാത്തേന്ന് അറിഞ്ഞു. എന്നാ പിന്നെ ദാസേട്ടന്റെ സുഖവിവരം അന്വേഷിച്ചിട്ട് പോകാന്ന് കരുതി. ഇവളെ വിശ്വസിക്കാൻ പറ്റില്ല. അന്ന് പായസം വെക്കാൻ വിളിച്ചപ്പോഴേ കള്ള അസുഖം അഭിനയിച്ചവളാ ഇവള്. വേണ്ട വേണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? അഖിലേച്ചി ഇല്ലാത്തോണ്ടേ എല്ലാം ഓടി നടന്ന് നോക്കേണ്ടത് ഞാനല്ലേ. കുഴപ്പമില്ല മാഡം, എന്നാലും തലയ്ക്കുള്ളിലെ ഭാരം വിട്ടിട്ടില്ല. സാരമില്ല, മരുന്നും ഗുളികയൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം.
ശരി, ദാസേട്ടൻ വിശ്രമിക്കും. ആ അതെ അതെ, നല്ല വിശ്രമാ വേണ്ടത്. കല്യാണി വാ പോകാം. അവള് വരുന്നില്ല മാഡം. വരുന്നില്ലെന്നോ? അതെ മാഡം, അഖില മാഡം വരുന്നവരെ അവൾ തൃച്ചംബരത്ത് ജോലിക്ക് വരുന്നില്ല. ആഹാ കൊള്ളാലോ. മാസാമാസം അങ്ങോട്ട് എണ്ണി വാങ്ങിക്കാനേ ഒരു ഉളുപ്പും ഇല്ലല്ലോ. ജോലി ചെയ്യാൻ വയ്യ. ഇവളെന്താ അഖില മാഡത്തിന് മാത്രമേ വെച്ച് വിളമ്പോളോ? അഖിലേച്ചി വരുന്നത് വരെ ആ സ്ഥാനത്ത് ഞാനാ. എനിക്കും അതുപോലൊക്കെ തന്നെ വെച്ച് വിളമ്പി തന്നേ പറ്റൂ. അതുകൊണ്ട് അങ്ങോട്ട് എഴുന്നള്ളിയട്ടെ. മാഡം, ഇനി എന്ത് പറഞ്ഞാലും കല്യാണി ജോലിക്ക് വരുന്നില്ല, അത്ര തന്നെ. ഓഹോ, ഓ കല്യാണമായല്ലോ, ഇനി ജോലിയില്ലെങ്കിൽ എന്ത്, ആ ലൈൻ ആയിരിക്കും. കല്യാണമൊന്നും നടന്നില്ലല്ലോ, ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഇത് നടക്കണമെങ്കിൽ കല്യാണി മര്യാദയ്ക്ക് ജോലിക്ക് വരണം. മാഡം, അവള് ജോലിക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്നത് അവളുടെ അച്ഛനായ ഞാനാ. കല്യാണി, നീ കുടിക്കാനെടുക്കാൻ പോയിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളമെങ്കിലും കൊണ്ടുപോടി. ശരി മാഡം. തീരുമാനം ദാസേട്ടന്റെയാ. ആയിക്കോട്ടെ, പക്ഷേ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഒന്നുകൂടി ആലോചിച്ച് വേണം തീരുമാനം പറയാൻ. അല്ലെങ്കിൽ പിന്നെ പശ്ചാത്തപിക്കേണ്ടി വന്നെന്നിരിക്കും. ഞാൻ പറഞ്ഞത് കേട്ട് അനുസരിച്ചില്ലെങ്കിൽ മോള് കെട്ടാച്ചരക്കായി നിങ്ങൾക്കൊരു ഒഴിയാബാധയായി ഇവിടെ തന്നെ നിൽക്കും. തൃച്ചംബരത്ത് ആനന്ദ് മുതലാളിയുമായിട്ട് പുന്നാര മോള് കാട്ടിക്കൂട്ടുന്ന പ്രണയലീലകളൊക്കെ വീഡിയോയും ഫോട്ടോകളുമായി അങ്ങ് ചെല്ലും നീരജിന്റെ വീട്ടില്. മോളുടെ ഗുണഗണങ്ങള് കെട്ടാൻ പോകുന്ന ചെക്കൻ അറിയും. പിന്നെ പറയണ്ടല്ലോ, ഇതും മുടങ്ങും. ഏതായാലും ഒരു മുഴം കയറൊക്കെ കരുതി വെച്ചോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ബാക്കിയൊക്കെ ദാസേട്ടൻ അങ്ങ് തീരുമാനിക്കും. മാഡം, വെള്ളം. ആ അത് ദേ ഇങ്ങോട്ട് കൊടുക്ക്. ഇങ്ങനെ പോയാ നിന്റെ അച്ഛൻ കുറെ വെള്ളം കുടിക്കും. അവസാനം വെള്ളം കിട്ടാതെ അങ്ങ് ചാകേണ്ടിയും വരും. നീ വാടി. അച്ഛാ, ആ വിളി കേൾക്കണ്ട എനിക്ക്. കാരണം കേട്ടവള് ഈ കാരണം വരുന്നവരും പോകുന്നവരും എല്ലാം എന്റെ ചങ്ങിലിട്ടാ കുത്തുന്നത്. ഇതിന് തക്ക പാപം ഞാൻ എന്താണ് ചെയ്ത്? കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തെങ്കിലും മഹാപാപം ചെയ്തിട്ടുണ്ടാവും. നിന്നിലൂടെ അതിന്റെ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയാ നിന്നെ എന്റെ മകളായി ജനിപ്പിച്ച. അനുഭവിച്ചു തീർത്തല്ലേ പറ്റൂ. പൊക്കോ എന്റെ മുമ്പ് ഇന്ന്. എങ്ങോട്ടാച്ചാ പൊക്കോ. ഞാനായിട്ടൊന്നിനും തടസ്സം നിൽക്കുന്നില്ല. പോയി തോലേ. അച്ഛാ, എന്തു പറ്റി?